ഒരു 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 ബൈബിൾ വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു എന്നും അത് അദ്ദേഹം ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ ബിൽ വിൽസന് പണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഗ്രൂപ്പിന്റെ മനസാക്ഷി അങ്ങേടുത്ത് സംസാരിച്ചതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കാണിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസില് ഒരു യാഥാസ്ഥിതിക വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഡിസ്കഷനിൽ വോട്ടെടുപ്പിൽ തോറ്റുപോകുന്ന ഒരു മൈനോറിറ്റിയും കാണും. ആ മൈനോറിറ്റിക്ക് അവര് ഒരു പ്രത്യേക വിഷയത്തിനെ സംബന്ധിച്ച് അവരുടെ വാദം വോട്ടെടുപ്പിൽ കൂടെ തോറ്റുപോയാൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതുവിലുള്ള കാര്യത്തിൽ ആ മൈനോറിറ്റിയുടെ ശബ്ദവും വളരെ പ്രസക്തമായിട്ട് നിൽക്കും. അപ്പോ ഒരു ഉദാഹരണം, കേരളത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വേദികൾ, അത് പള്ളിയിലച്ചന്മാരും സന്യാസിമാരും ഡോക്ടർമാരും കന്യാസ്ത്രീമാരും ട്രീറ്റ്മെന്റ് സെന്റേഴ്സിന്റെ നടത്തിപ്പുകാരും അമിതമായിട്ട് പങ്കുവച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അടക്കമുള്ള ആളുകൾ, ഞാനിത് പറയുമ്പോൾ ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില തെറ്റുകളും ശരികളും വരും. നമ്മൾ വിവാദം ഉണ്ടാക്കുക എന്ന യാതൊരു ലക്ഷ്യവുമില്ല, കടന്നു വന്ന ചില വഴികളാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്ലാറ്റ്ഫോമുകൾ, അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രചരണത്തിന് വേണ്ടി, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഇടങ്ങളാണ് എന്ന് ഒറ്റപ്പെട്ടു പോയ മൈനോറിറ്റി ആയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ യാത്രയില്, ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ഈ ട്രഡീഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരു സംഗതി, ചുരുക്കം ചില അപവാദങ്ങൾ ഒഴിച്ചാൽ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വേദി ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മതത്തിന്റെ ആൾക്കാരോ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ ആൾക്കാരോ ഇന്ന് ചുരുക്കമേ ഉള്ളൂ. കാരണം അത്തരക്കാർ വന്നാൽ പാരമ്പര്യത്തെക്കുറിച്ച് അവബോധമുള്ള ആൾക്കാർ അതിന്റെ സംഘാടകരായിട്ടുള്ള അംഗങ്ങളുമായിട്ട് അവരുടെ ബിസിനസ് യോഗങ്ങളിൽ ഈ മൈനോറിറ്റി അവർ സംസാരിക്കും, അവർ ചൂണ്ടിക്കാണിക്കും. അപ്പൊ അത് ആൽക്കഹോളിക്സ് അനോണിമസിനെ ശുദ്ധിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതിന്, അതിൽ മായം ചേരാൻ അനുവദിക്കാതെ പോകുന്നത് മൈനോറിറ്റിക്ക് വളരെ പ്രസക്തിയുണ്ട്. അപ്പോ ഇവിടെ ഈ ആശുപത്രി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ, ഇതിന്റെ പണം അഭ്യർത്ഥിച്ചപ്പോ ഇതില് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യാഥാസ്ഥിതികമായിട്ടുള്ള അംഗങ്ങൾ അവര് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് ബിസിനസ് ചെയ്യാൻ പോയുള്ള അപകടങ്ങള് അത് എല്ലാവർക്കും അപകടം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ മനസ്സിലാക്കുന്ന കുടിയന്മാരെ മനസ്സിലാക്കുന്ന ചിലവ് കുറഞ്ഞ ചികിത്സയ്ക്ക് വേണ്ടിയും ഉള്ള അന്വേഷണങ്ങൾ അത് ഒരു വശത്ത് നടക്കുന്നു. ചുരുക്കത്തില് ഈ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ പണം പിരിക്കാൻ പോകുന്ന ആ ഇടത്ത് വെച്ച് ഇതിനെതിരെ ഒരു 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 ആൽക്കഹോളിക്സ് അനോണിമസിലെ യാഥാസ്ഥിതികരായിട്ടുള്ള ആൾക്കാർ നമുക്കിത് അപകടം വരുമെന്ന് പറയുകയും അതിനെ തുടർന്ന് ഒരു 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 ബ്രേക്ക്, ഒരു ട്വിസ്റ്റ് വന്നു. അത് മാത്രമല്ല, ഈ ചികിത്സ വേണമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുന്നതിന്റെ കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ചിലവ് കുറഞ്ഞതായിട്ടുള്ള ചികിത്സ, അതിനുവേണ്ടിയുള്ള അന്വേഷണമാണല്ലോ നമ്മളെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടെത്തിച്ചത്. അപ്പൊ അതുപോലെ തന്നെ വേറെയും ചില ഫെസിലിറ്റി സൗകര്യങ്ങള് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു. അതില് റെസ്റ്റ് ഫോംസ്, നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് അവർക്ക് ഒത്തൊരുമിച്ച് കൂടാനും അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പെരുമാറാനും, ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് ഇപ്പോ ചില കൺവെൻഷനുകളുണ്ടല്ലോ, ലോകമെമ്പാടും ചില കൺവെൻഷനുകൾ. ഈ കൺവെൻഷനുകൾ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ ഡിസ്കസ് ചെയ്യുന്ന ചില ഫോറംസ് അല്ല. അവിടെ പാട്ടുണ്ട്, അതായത് ഈ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ, അതുപോലെ തന്നെ പാട്ടുണ്ട്, മദ്യമില്ലാതെയുള്ള ഡാൻസ് ഉണ്ട്, പലതരം റിക്രിയേഷൻസ് ഉണ്ട്. ഈ ആൽക്കഹോളിക്കിനെ അവൻ വലിഞ്ഞു മുറിയിരിക്കുന്ന അവന്റെ മനസ്സിനെ ഒന്ന് അയഞ്ഞു വിടുന്ന തരത്തിലുള്ള, മദ്യമില്ലാതെ അവന് സേഫായിട്ട് നിന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള ഇടങ്ങൾ, അത് ഈ റെസ്റ്റ് ഫോം എന്ന് പറയുന്ന
ഒരു ഒരു സങ്കല്പം. അതുപോലെ തന്നെ ഡ്രൈയിങ് ഔട്ട് പ്ലാനുകൾ. ഡ്രൈയിങ് ഔട്ട് എന്ന് പറയുമ്പോൾ 6 മാസം എയിൽ വന്നു, ഒരാള് കുടിച്ചു, അയാൾക്ക് അറിയാം, ചികിത്സ അറിയാം, അയാൾക്ക് കയറി വരാം. ഒരു തീരെ പൈസ ഇല്ലാത്ത ഒരു വ്യക്തി, അവന് പുറമെ ഒരു ഫിസിഷ്യനെ കണ്ട്, ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സയൊക്കെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവന് തങ്ങി നിൽക്കാനും പുറത്ത് മദ്യം കിട്ടാതെ അവനെ ഒരു 8, 10, 15, 20 ദിവസം നിർത്താനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ 1 മാസമോ, അത് ഡ്രൈയിങ് ഔട്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില സംരംഭങ്ങൾ അവിടെ അത് അത്തരം സംരംഭങ്ങളുടെ ആവശ്യമാണ്. അപ്പോ അതിന്റെ നടത്തിപ്പിന് വേണ്ടി അംഗങ്ങൾ തന്നെ അത്തരം കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അവർക്ക് മെഡിക്കൽ ഡോക്ടർമാരുടെ സൂപ്പർവിഷനും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ തൃപ്തികരമായിട്ട് നടന്നു. ഇനി എയുടെ പേര്, അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ നടത്തിപ്പല്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളെ ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഇനി വേറെ ചില ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അംഗങ്ങൾ നടത്തി അത് ഈ അംഗങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് അത് ഒട്ടേറെ കാലം ചിലതൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. ചിലതൊക്കെ അവിടെ പ്രവേശനം തേടുന്ന അംഗങ്ങൾ അതിന്റെ എക്സ്പെൻസ് കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടും, അതുകൊണ്ട് മാത്രമല്ല, ഈ ഗ്രൂപ്പുകളായാലും അംഗങ്ങളായാലും നടത്തുന്ന ഇത്തരം ഡ്രൈയിങ് ഔട്ട് സ്ഥലങ്ങളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും വലിയ അളവില് ഈ കുടിയന്മാരെ കൊണ്ട് ഡംപ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. വല്ലവന്റെ ചെലവില് ഞാൻ കേമനാവുക. അപ്പോ 12-ാം പടിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന കള്ളുകുടിയന്മാരെയൊക്കെ കൊണ്ടുപോയി ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ നടത്തുന്ന അംഗങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകളിലും ഡ്രൈയിങ് ഔട്ട് പ്ലേസസിലും കൊണ്ട് ഡംപ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ചെലവുകൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളും വ്യക്തികളും കൊടുക്കാതെയും വന്നു. നോക്കിക്കോണേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലതും അടച്ചു പൂട്ടി. അങ്ങനെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം ബിൽ ചെയ്യുന്ന മാനേജർമാരെ. അപ്പൊ നമ്മള് മാനേജർമാരെന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ യിൽ നിന്നെടുത്തുള്ള ആളുകളെ മാനേജർമാരെന്ന്. അപ്പൊ ഈ മാനേജർമാര് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതിനും വേണ്ടി ആവശ്യമായിട്ടുള്ള ബില്ല് ചാർജ് ചെയ്യാൻ തുടങ്ങിയപ്പോ അവരെ നമ്മളെ ആദ്യ കാലത്തുള്ള സ്ഥിരം പ്രയോഗം അവരെ എടുത്തു. ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്നും പണം സമ്പാദിക്കുന്നവർ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത്തരത്തിലുള്ള വാക്കുകൾ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. വിറ്റ് കാശാക്കുന്നവരെന്നുള്ള ഒരു പദപ്രയോഗം നോക്കണേ. അന്ന് ഈ ചെലവനും അതുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മിനിമം തുക കൈപ്പറ്റിയപ്പോ തന്നെ അവരെ അത്തരത്തിലുള്ള പേര് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടു എന്നാണ് ബിൽ വിൽസൺ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ബിൽ വിൽസന്റെ ഭാഷയിൽ ഈ ഇത്തരത്തിലുള്ള തലവേദനകൾക്കിടയിൽ, ഇത്തരത്തിലുള്ള തലവേദനകൾക്കിടയിലും നല്ലവണ്ണം നടത്തി വന്ന ഫാം ഔട്ടുകളും ഈ ആളുകളെ സോബറിംഗ് അപ്പ്, സുബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇടങ്ങളും തുടർന്നു. പേര് ഉപയോഗിക്കാതെയും പേര് ഉപയോഗിച്ച് ഫണ്ട് പിരിക്കാതെയും. അപ്പോ ഇത് ഈ എക്സ്ട്രീമില് ഇത്തരം കോലാഹലങ്ങൾക്കോട് ഇടയിൽ തന്നെ ഈ ഫണ്ട് പിരിക്കുന്ന കോലാഹലങ്ങൾ ഒരു വശത്ത് നടന്നു, അതുപോലെ തന്നെ ഫണ്ട് പിരിക്കാതെയും ഈ കുടിയന്മാരെ നല്ലവണ്ണം അവരെ സോബറപ്പ് ചെയ്തുകൊണ്ട് അവരെ സേവനം കൊടുത്തുകൊണ്ട് പേര് ഉപയോഗിക്കാതെയും പേരിൽ ഫണ്ട് പിരിക്കാതെയും മാനേജർമാര് ധാരാളം പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നടത്തി. അപ്പൊ ഇത്തരം ഇടങ്ങളില് നമ്മൾ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാണ് മാനേജറായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ചിലർ ഒട്ടും ആലോചന ഇല്ലാതെ തന്നെ മുതലെടുപ്പ് നടത്തിയെന്ന ബിൽ വിൽസൺ പറയുന്നത്. മുതലെടുപ്പ് നടത്തിയെന്ന് പറയുന്നത് ഈ കുടിയന്മാരെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ മറ്റവരുടെ തലയിലിട്ടിട്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെയൊക്കെയുള്ള ഒരു ഇടപാട്. അപ്പോ ബിൽ വിൽസൺ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചിട്ട ശേഷം
അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ബിഗ് ബുക്കിലും 12 പടികളിലും ഈ ആശുപത്രി എ ബിസിനസ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ പലപ്പോഴും കരുതിയിരുന്നത് അംഗങ്ങളും ഗ്രൂപ്പും അന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ്. പക്ഷെ ഇന്ന് ഈ ലേഖനം വായിച്ചപ്പോഴാണ് ഈ സാനിറ്റോറിയമെന്നും അസൈലമെന്നും തകർക്കപ്പെട്ട കുടിയന് ചികിത്സ കിട്ടാൻ വേണ്ടിയാണെന്നും അവരെ അന്ന് മദ്യപാനികളെ ചികിത്സിക്കാൻ പ്രോപ്പറായിട്ടുള്ള സംവിധാനങ്ങളില്ലെന്നും അവരെ മെന്റലി സിക്കായിട്ടുള്ള ആളുകളെ കൊണ്ടിടുന്ന അസൈലത്തിൽ കൊണ്ട് തള്ളിയിട്ടിരുന്ന കാലത്ത് സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമായിട്ടാണ് അവര് ഈ ആശുപത്രി സംരംഭങ്ങൾ തുടങ്ങിയതെന്നും ആ ആശുപത്രി സംരംഭങ്ങളിൽ നമ്മൾ കള്ളുകുടിയന്മാരുടെ തന്നെ പെരുമാറ്റ വൈകല്യം കൊണ്ട് 5 പൈസ കൊടുക്കാത്തത് കൊണ്ട് എയുടെ പേര് ഉപയോഗിച്ച് ഫണ്ട് പിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതും അതിനെതിരെ യാഥാസ്ഥിതികമായിട്ടുള്ള അംഗങ്ങൾ ഇത് നമുക്ക് അപകടം വരുത്തി വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ പറഞ്ഞ യാതനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഫണ്ട് പിരിക്കാതെയും അതുപോലെ എയുടെ പേര് ഉപയോഗിക്കാതെ ആശുപത്രികൾ നടത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബിൽ വിൽസൺ ഇതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഈ ലേഖനത്തിനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്ക് നല്ല രസമാണ്. ഒരു അംഗത്തിന് ഇത്തരത്തിലുള്ള ഒരു എംപോറിയം നടത്താൻ പറ്റുമെങ്കിൽ, ഈ എംപോറിയം എന്നുള്ള വാക്ക് നമ്മൾ സെർച്ച് നോക്കിയാൽ തന്നെ അറിയാം, അതൊരു കച്ചവട കേന്ദ്രമാണ്. ഇങ്ങനെ ഒരു അംഗത്തിന് ഇത്തരത്തിലുള്ള ഒരു എംപോറിയം നടത്താൻ പറ്റുന്നുവെങ്കിൽ, പക്ഷെ ഇത് ഒരു കടുപ്പമുള്ള, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്, പക്ഷെ ഇതൊരു വളരെ കടുപ്പമുള്ള, ഒരു താങ്ക്ലെസ് ആയിട്ടുള്ള, ഒരു നന്ദി ആരിൽ നിന്നും കിട്ടാത്ത ഒരു ജോലിയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക, ആ പൈസ പിരിച്ച ഉടൻ നിന്ന് കാശുണ്ടാക്കുന്നെന്ന് പറയുക, അങ്ങനെ ചെയ്യുന്നത് കടുപ്പമുള്ള താങ്ക്ലെസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. എങ്കിലും ഇവിടെയാണ് ഈ ബിൽ വിൽസൺ ഉൾപ്പെടെയുള്ള ആദ്യകാല ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ ഒരു വല്ലാത്ത മാനസിക തലം വെളിവാകുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു താങ്ക്ലെസ് ജോബാണ്, വളരെ ഹാർഡായിട്ടുള്ള ജോബാണ്. എങ്കിലും ആഴത്തിൽ എവിടെയോ ഒരു ആത്മീയ സംതൃപ്തി ഇതിൽ നിന്ന് അയാൾക്ക് ലഭ്യമാവാം. ആർക്കെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഡ്രൈങ് ഔട്ടും റെസ്ഫോമും ക്ലബും ഈ പറയുന്ന ഹോസ്പിറ്റലും ഒക്കെ നടത്തുന്ന അംഗത്തിന് ഗ്രൂപ്പിന് അവർക്ക് ആഴത്തിലുള്ള ഒരു ആത്മീയ സംതൃപ്തി ഇതിൽ നിന്ന് അയാൾക്ക് ലഭ്യമായിരുന്നിരിക്കാം. അതുകൊണ്ടാവും വളരെ അധികം അംഗങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് എഴുതിയിരിക്കുന്ന ബിൽ വിൽസൺ ഗ്രേ പോയിന്റിൽ എഴുതിയിരിക്കുന്നത് 1946-ലാണ്. അതിനു മുമ്പുള്ള ചരിത്രം ബിൽ വിൽസൺ അറിയാം. അതുകൊണ്ടാണ് ബിൽ വിൽസൺ സാനിറ്റോറിയം എന്നുള്ള വാക്കും ഈ പറയുന്ന അസൈലം എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. മനുഷ്യ സ്നേഹത്തിൽ നിന്നാണ് ഈ കുടിയനെ സോബറപ്പ് ചെയ്യാനുള്ള ഈ സ്ഥാപനങ്ങൾ അംഗങ്ങളും ഗ്രൂപ്പുകളും സ്റ്റാർട്ട് ചെയ്തത്. അത് ബിസിനസ്സിൽ പോയി ചാടിയതും പേരുദോഷം വരാതെ അതിൽ നിന്ന് മടക്കി എടുത്തതും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇവിടെയാണ് ഈ പ്രവചന സ്വഭാവം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സൂചന ഇതാണ്. ബിൽ വിൽസൺ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത്രയധികം പ്രശ്നങ്ങളും തലവേദന ഉണ്ടെങ്കിലും അംഗങ്ങൾ ഇത് നടത്തിയിരുന്നത് ആഴത്തിലുള്ള ഒരു ആത്മീയ സംതൃപ്തി അയാൾക്ക് ലഭിച്ചിരുന്നത് കൊണ്ടാണെന്നാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന, അതുകൊണ്ടാണ് വളരെയധികം അംഗങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ വാക്ക് പറഞ്ഞ് അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്നു. ഞാൻ ഇതിന്റെ ഒരു പ്രവചന സ്വഭാവം കാണുന്നത്, ഇന്ന് കേരളത്തിലും തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും ഒക്കെ, ഇവിടെ ഇന്ത്യയിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയുന്ന സംഗതി, ചില ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അവര് ഇത്തരത്തിലുള്ള ഡ്രൈയിങ് ഔട്ട് സെന്റേഴ്സും ചില ഡി അഡിക്ഷൻ സെന്റേഴ്സും നടത്തുന്ന അംഗങ്ങളുണ്ട്. അപ്പോ അവരുമായിട്ട് പലപ്പോഴും ഇവര് എയുടെ പേര് വെച്ച് കാശുണ്ടാക്കുന്ന ആളുകളാണെന്ന് അവരെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ബന്ധുവിനെ എനിക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനും ആ കുഞ്ഞിനെ
ചികിത്സയിലൂടെ, അതായത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ അതേ ഊഷ്മളതയോടുകൂടെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടി. അതിന് ആ അംഗം നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് നന്ദി പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബിൽ വിൽസൺ പറയുന്ന ഈ കാര്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം, അതായത് ആഴത്തിലുള്ള ഒരു ആത്മീയ സംതൃപ്തി കിട്ടുന്നത് കൊണ്ടാവാം. പക്ഷെ മറ്റൊരു വശവും ഞാൻ കണ്ടിട്ടുണ്ട്. പരിണിത പ്രജ്ഞരായിട്ടില്ലാത്ത അംഗങ്ങൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളും കൗൺസിലിംഗ് സെന്റേഴ്സും ആരംഭിച്ചതിന് ശേഷം അവർ വീണ്ടും കുടിയിലേക്ക് പോയി തകർന്നടിഞ്ഞിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊന്നുമല്ല ഈ ട്രഡിഷന്റെ, ഇന്ന് ബിൽ വിൽസൺ എഴുതിയ ഈ ട്രഡിഷന്റെ ഈ ലേഖനത്തിന്റെ ഒരു ലക്ഷ്യം നമുക്കറിയാം. 6ാം പാരമ്പര്യം രൂപം കൊണ്ട പശ്ചാത്തലം. അപ്പോ ഇത് ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയുന്നു. ഇതില് 6ാം പാരമ്പര്യം ഇന്ന് മറ്റൊരു ലേഖനത്തിനെ കൂടെ കഴിഞ്ഞ തവണ ഇന്ന് മറ്റൊരു ലേഖനത്തെ കൂടെ ഒന്ന് സ്പർശിച്ചിട്ട്, അതായത് നമ്മൾ ഈ ലേഖനത്തില് തന്നെ പറഞ്ഞു ആൽക്കഹോളിക്സ് അനോണിമസിലെ നമ്മുടെ എനിക്ക് എന്തായാലും കേരളത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലബ്ബുകളുമായിട്ടൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല. ഞാൻ അങ്ങനെയാണ് ഈ ലേഖനത്തിനെ കണ്ടത്. ആദ്യം അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ക്ലബ്സ് ഇൻ എ, ആർ ദേ വിത്ത് അസ് ടു സ്റ്റേ? നമ്മുടെ ക്ലബ്ബുകൾ നമ്മുടെ കൂടെ നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് ആ ചോദ്യം. ഇത് അതിന്റെ ബ്രാക്കറ്റിൽ, ഇതും 1947 ഗ്രേപ്പ് വൈനിൽ വന്ന ബിൽ വിൽസന്റെ ലേഖനമാണ്. 6ാം പാരമ്പര്യത്തിന്റെ രൂപം കൊണ്ടതിന്റെ പശ്ചാത്തലം ഒരല്പം കൂടെ വിശദീകരിക്കുന്ന ഒരു ലേഖനം. നേരത്തെ നമ്മൾ ആശുപത്രികളെ സംബന്ധിക്കുന്നത്, ഇത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ക്ലബ്ബുകൾക്ക് വളരെ പ്രസക്തി ഉണ്ട്. അത് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് ഈ ലേഖനം വായിക്കുന്നത് വരെ. പക്ഷേ ഈ ലേഖനം എടുത്ത് വായിച്ചു നോക്കിയപ്പോ ഇതില് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ക്ലബ്ബുകളുടെ ഒരു ഫോർമേഷന്റെ ഭാഗമായിട്ട് ഈ മീറ്റിങ്ങുകൾ, ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യോഗങ്ങള് വീടുകളിലായിരുന്നു. അപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യോഗങ്ങൾ വീട്ടിലായിരുന്നു. അവര് വീടുകളിലേക്ക് അംഗങ്ങൾ വരും. എന്നിട്ട് അവര് അവിടെ കാപ്പി കുടിച്ച് കുറെ സമയം ഇരിക്കും. മീറ്റിംഗ് അല്പനേരം, പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് സമയം ഇരിക്കും. ആ ഒരുപാട് സമയം ഇരിക്കുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കും. മീറ്റിംഗ് സ്ഥലം, ആ വീടുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോ, ആ വീടുകളിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റാതെ വന്നപ്പോ അവർ തടിക്കടകളിലും അതുപോലെ വില കുറഞ്ഞ ഇത്തരം ഇടങ്ങളിലും ഒക്കെ പോയിരുന്ന് ചായയും കുടിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ശരിയാകാതെ വന്നപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ ഈ ലേഖനമായിട്ട് ക്ലബ് ചെയ്യാൻ കാരണം, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോ കോട്ടയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ പഴമക്കാരനും അയാള് വളരെ കാരുണ്യത്തോടു കൂടി രാത്രി തിരുനക്കര മൈതാനത്തിന്റെ വശത്തുള്ള റോഡിൽ നിന്ന് എന്നോട് മണിക്കൂറുകളോളം, അർദ്ധരാത്രിയോളം എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോ എന്നെ പോലെ ഒരിടത്തും പോകാൻ ഗതിയില്ലാത്ത ഒരു കുടിയന്റെ അടുത്ത് സന്മനസ്സോടുകൂടി ആ പഴമക്കാരൻ സംസാരിച്ചു കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങിന് മുമ്പ് വളരെ നേരത്തെ മീറ്റിങ്ങിന് വരും. അവിടെ അംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രിയോളം അംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പുറം ലോകത്ത് നിൽക്കുന്നത് ആ തണുപ്പുള്ള രാജ്യത്ത്, അതുപോലെ കുറെ കൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള രാജ്യത്ത് അത്തരം അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി തുടക്കക്കാരനെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരിടം. കേരളത്തിലായാലും മറ്റ് പലയിടത്തായാലും ഈ ന്യൂകമറിനെ കൊണ്ട് ഓൾ ടൈമറും ഗ്രൂപ്പും യാത്ര ചെയ്യുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെ. അപ്പോ ഈ ക്ലബ്ബുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരാനുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ലേഖനത്തിൽ ബിൽ വിൽസൺ സൂചിപ്പിക്കുന്നത്. അതില് ഞാൻ ഇന്ന് വളരെ വ്യക്തമാണ്,
ഇതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ നവാഗതര് അവര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ക്ലബ് ലൈഫുമായിട്ട് അങ്ങ് വളരെ ഇഷ്ടപ്പെടുകയും അവര് 12 പടികൾ പരിശീലിക്കുന്നതിന് പകരം അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 12 പടികൾക്ക് പകരം ഈ ക്ലബ്ബ് ആക്ടിവിറ്റീസിലും ക്ലബ് ലൈഫിലും, ക്ലബ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമില്ല, അവർക്ക് ഊഷ്മളമായിട്ടുള്ള സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പും അവരുടെ ശൂന്യത നികത്താനുള്ള സ്ഥലവും ഒക്കെ ആയിട്ടുള്ള ഒരിടം. ഇവിടെ ഏറ്റവും തമാശയായിട്ട് ബിൽ വിൽസൺ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അത് ഒരു ഒന്നൊന്നര വാക്കാണ്. ഞാനത് ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ പാംലെറ്റിന്റെ 15ാമത്തെ ഷീറ്റില് ഈ ക്ലബ്ബുകളില് അംഗങ്ങൾ വരികയും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ക്ലബ്ബുകൾ കൊണ്ട് തീർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 12 പടികളെ അങ്ങോട്ട് മറന്നു കളയുകയും പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വേ ഓഫ് ലൈഫിൽ ഈ 12 സ്റ്റെപ്പ് റിക്കവറി പ്രോഗ്രാമിന് വലിയ സ്ഥാനമൊന്നും ഇല്ലെന്നുള്ള സങ്കല്പത്തിലോട്ട് വരികയും അങ്ങനെ അവർ ചിന്തിക്കുന്നത് കൊണ്ട് മൂവ്മെന്റിന് അതിനൊരു പ്രോഗ്രസ് കുറയും, അതിന്റെ വളർച്ച കുറയുമെന്ന് ഇതിനകത്തുള്ള പഴമക്കാർ പറയുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഈ പറയുന്ന വരികളും ഒക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു 4 വരി അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ബീയിങ് ദ മെജോറിറ്റി വ്യൂ, we might suppose that the blanket endorsement for clubs, we might think we couldn't get along without them. We might conceive them as a central AA institution. I found a sort of 13th step of our recovery program, without which the other 12 step wouldn't work. അപ്പോ ഇവിടെ ബിൽ വിൽസൺ പറഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ക്ലബ്ബുകൾ ഒരു സമയത്ത് ആ കാലത്ത് എയുടെ 13ാമത്തെ പടിയായി. കാരണം ഈ പടി ക്ലബ്ബുകൾ എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ 12 പടികളും അപ്രസക്തമായി പോകുന്ന തരത്തിൽ ക്ലബ്ബുകൾ മുറിക്കുക, അതിന്റെ പ്രാധാന്യം വന്നു. ഞാൻ അതവിടെ നിൽക്കെ തന്നെ ഈ 13th സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ പ്രയോഗം ആൽക്കഹോളിക്സ് അനോണിമസിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 13th സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം അന്വേഷിച്ചു വരുന്ന സ്ത്രീകളെ, അവരെ പുരുഷന്മാർ വശീകരിച്ച് അവരുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് അതിന്റെ സന്ദേശം അന്വേഷിച്ചു വരുന്ന പുരുഷന്മാരെ, ഇതിലെ സ്ത്രീകൾ അവരുടെ ലൈംഗിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ പ്രവർത്തനത്തിനെയാണ് 13ാം പടി പ്രവർത്തനമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ അറിയപ്പെടുന്നത്. ഈ വാക്ക് തന്നെയാണ് ബിൽ വിൽസൺ ഇവിടെ പറയാതെ പറയുന്നത്. അദ്ദേഹം വളരെ സൂക്ഷ്മമായ മനുഷ്യനാണ്. ബിഗ് ബുക്കിനകത്ത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിനകത്ത് മറ്റുള്ളവരോടുള്ള ചേർന്നുള്ള പ്രവർത്തനം എന്നുള്ള അധ്യായത്തിലോ മറ്റോ വ്യക്തമായിട്ട് ബിൽ വിൽസൺ പറയുന്നു, ഒരു അമിത മദ്യപാനിയെ തങ്ങളുടെ വീട്ടിൽ തന്നെ അധിക കാലം നിർത്തിയാൽ അത് ഗുരുതരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന് ബിൽ വിൽസൺ കൂടുതൽ വ്യക്തമാക്കിയിട്ടില്ല. കയറ്റുപായ കത്തിക്കുമോ, ഫർണിച്ചർ അടിച്ചു പൊട്ടിക്കുമോ, ഒരു കുടിയൻ അയാളുടെ വീട്ടിൽ തൂങ്ങി നിന്നു എന്നുള്ള കാര്യം മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന കുടിയൻ അവനെ കയറ്റിയിരുത്തുന്ന വീട്ടിൽ അവൻ ഉണ്ടാക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട്, ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ. അതിന് ഇതൊരു ഊഹാപോഹം പറച്ചിലല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ എൻ്റെ ടെലിഫോണിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ എനിക്കൊരു മെസ്സേജ് വരികയും ആ മെസ്സേജ് വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ മലയാളം ഇതാണ് എഴുതിയിരിക്കുന്നത്: എടാ, എൻ്റെ മകളെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. ഇതാണ് ഇംഗ്ലീഷിലുള്ള വാക്കിന്റെ അർത്ഥം. ഇത് എനിക്കറിയാവുന്ന മറ്റൊരു ജില്ലയിലുള്ള അംഗം എൻ്റെ മൊബൈൽ ഫോണിലോട്ട് അയച്ചിരിക്കുകയാണ്. ഞാൻ അല്പം കഴിഞ്ഞ ശേഷം ആ അംഗത്തിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഡിയർ ഇന്ന പേര് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അയ്യോ ജേക്കബേ മാറിപ്പോയി. അത് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന
ആ ജേക്കബിന് പകരം സേവ് ചെയ്ത് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്നു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലരുടെ അക്കൗണ്ടിലോട്ട് അയച്ച മെസ്സേജാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അയാൾക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായി, ഭാര്യയും അയാളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം പരിഹരിക്കാൻ ആ സ്ഥലത്തുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ ചില വ്യക്തികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ ഭാര്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ അയാളുടെ മകളുടെ നേരെയും ലൈംഗിക അതിക്രമങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. 13-ാം പടി പ്രവർത്തനത്തിന്റെ മറ്റൊരു മേഖല. അപ്പോ മറ്റുള്ളവരുമായിട്ടുള്ള പ്രവർത്തനം ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, 12-ാം പടി പ്രവർത്തനത്തിന് ഒന്നിലധികം പേര് ചേർന്ന് പോവുക. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ പറയുന്നത് പോലെ നമ്മൾ കൗൺസിലറോ ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കുന്ന ആളോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ വളരെ കഠിനമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ എന്നോട് ആരും പരിഭ്രമിക്കരുത്. പറ്റുമെങ്കിൽ എന്തു തന്നെ തീവ്രമായ പ്രവർത്തനമാണെങ്കിലും ശരി, സ്വന്തം വീട്ടിന്റെ ഉമ്മറത്തിനകത്ത് മറ്റൊരു അംഗത്തിനെ പ്രവേശിപ്പിക്കരുത്. സ്വന്തം വീട്ടിലെ കുടുംബ പ്രശ്നത്തിനോ സ്വന്തം സാമ്പത്തിക കാര്യത്തിനോ മറ്റൊരു അംഗത്തിനെ ഇടപെടുത്തരുത്. മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോവുക. വയറിളക്ക രോഗം വന്നാൽ ഡോക്ടറിനെ പോയി കാണുക. പല്ലുവേദന വന്നാൽ ഡെന്റിസ്റ്റിനെ പോയി കാണുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങിലുള്ള റിലേഷന്റെ അപ്പുറം സ്വന്തം വീട്ടിലേക്ക് മറ്റൊരു ആൽക്കഹോളിക്കിനെ വലിച്ചു കയറ്റിയാൽ, ഒരു പക്ഷേ ഒരു ഹൈവേയിലൂടെ നടന്ന് അതിന്റെ മധ്യഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ വാഹനം ഉടനെ ഇടിച്ചേക്കില്ല, പക്ഷെ വാഹനം ഇടിക്കില്ല എന്ന ഉറപ്പുമില്ല. ഒരു ഹൈവേയുടെ നടുവിലൂടെ ഒരാൾ റിസ്ക് എടുത്ത് നടന്നു പോവുകയാണ്. അല്ല, വണ്ടി ഇപ്പൊ ഇടിച്ചില്ല, പക്ഷെ എപ്പോ ഇടിക്കുമെന്നും പറയാൻ പറ്റില്ല, റിസ്ക് ആണ്. സോ ഈ പാരമ്പര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിർത്താനും അപകടത്തിൽ പെടാതിരിക്കാനും ആ ഗ്രൂപ്പിനെ അപകടത്തിൽ പെടുത്താതിരിക്കുകയാണ്. എന്തായാലും സാക്ഷാൽ ബിൽ വിൽസൺ തന്നെ 13th സ്റ്റെപ്പിംഗ് എന്ന് പറയാതെ പറയുന്ന ഒരു ഭാഗം ഈ ക്ലബ്ബുകളെ സംബന്ധിക്കുന്ന സ്ഥലത്ത് വന്നതുകൊണ്ട് ഞാൻ ഈ കാര്യം എൻ്റെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. ഈ ക്ലബ്ബുകളെ സംബന്ധിക്കുന്നതിൽ ഇതിൽ കൂടുതൽ മറ്റൊന്നും തന്നെ ഇല്ല. ഈ ക്ലബ്ബുകൾ നമ്മുടെ പാശ്ചാത്യ നാടുകളിൽ ഈ ക്ലബ്ബുകളുടെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ക്ലബ്ബുകളുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള അംഗങ്ങളുടെ അധികാര തർക്കങ്ങളും നേതൃത്വത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും അവിടെയൊക്കെ ബിൽ വിൽസൺ ഉപയോഗിച്ചിരുന്ന വാക്ക് ഗ്രോയിങ്, ഈ വളർച്ചയുടെ നൊമ്പരങ്ങളും തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ മാൻഹാട്ടണിലും അതുപോലെ തന്നെ മറ്റ് ന്യൂയോർക്ക് സിറ്റിയിലും മാൻഹാട്ടണിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില ക്ലബ്ബുകളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഈ ക്ലബ്ബുകളുടെ പ്രസക്തിയെ കുറിച്ചും ഒക്കെ ഈ ലേഖനത്തിൽ എഴുതി കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ക്ലബ്ബുകൾ അത് എങ്ങനെ എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലബ്ബുകൾ അത് അതിന്റെ പ്രവർത്തനങ്ങൾ അത് തുടർന്നാലും ഇല്ലെങ്കിലും ആ ക്ലബ്ബുകളിലൂടെ അംഗങ്ങൾക്ക് അതിലൂടെ അവർക്ക് സമാധാനവും അവർക്ക് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു സന്തോഷമായ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ തന്നെ ആ പ്രദേശത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഇടങ്ങളായിട്ട് ക്ലബ്ബുകൾ മാറണ്ട, മറിച്ച് ഇന്റർ ഗ്രൂപ്പിന്റെ ഓഫീസുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ്സ് ഓഫ് ആൻ ഏരിയ വിൽ യൂഷ്വലി സപ്പോർട്ട് വിത്ത് ഗ്രൂപ്പ് ഫണ്ട്സ് ദീസ് truly central activities, even though the club is still large enough for intergroup meetings and these meetings are still held, the center of gravity of the area will continue to shift to the intergroup committee and its central activities. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സെൻട്രൽ ഗ്രൂപ്പിന്റെയും ഏരിയ കമ്മിറ്റിയുടെ ഇന്റർ ഗ്രൂപ്പിന്റെ ഒക്കെ എന്ത് പ്രവർത്തനത്തിനും
കൊടുത്താലും അതൊന്നും തന്നെ എയുടെ പ്രവർത്തന കേന്ദ്രങ്ങളായിട്ട് ഈ ക്ലബ്ബുകളെ മാറ്റില്ല. മറിച്ച് എയുടെ പ്രസരണ വിതരണ കേന്ദ്രങ്ങളായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രഡീഷൻസ് ശക്തമായി പാലിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ സേവന സ്ഥാനങ്ങൾ തന്നെ ആവും ഇത് തുടരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി ആ ലേഖനം അവസാനിപ്പിക്കുകയാണ്. എട്ടാമത്തെ ഈ ആറാമത്തെ പാരമ്പര്യത്തിന്റെ രൂപം കൊണ്ടതിന്റെ കൂടുതൽ മറ്റ് ചില വശങ്ങൾ, അതുപോലെ തന്നെ എട്ടാമത്തെ പാരമ്പര്യത്തെക്കുറിച്ച് ബിൽ വിൽസന്റെ കാഴ്ചപ്പാടുകൾ അടുത്ത ലേഖനത്തിലാണ്. അത് അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ആൽക്കഹോളിക്സ് അനോണിമസിനെ മറ്റ് സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഉള്ള അപകടങ്ങൾ എന്നുള്ളതാണ് ബിൽ വിൽസന്റെ ആ ലേഖനം. എന്ത് തന്നെയായാലും ഈ പാരമ്പര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആഴത്തിലുള്ള ഞാൻ ആകപ്പാടെ എൻ്റെ ജീവിതത്തിൽ കണ്ട വളരെ ദയനീയമായിട്ടുള്ള രംഗം, മുംബൈയില് ഒരു പബ്ലിക് ഇൻഫർമേഷന്റെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ വെച്ച് നമ്മൾ ഇന്ത്യയിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ പലരും പൂനെയിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഫണ്ടിങ്ങും ഒക്കെ നടത്തി എങ്ങനെ ഇതില്ലാത്ത സ്ഥലത്ത് ഇത് വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടി പൂനെയിൽ ഒരു ഹാള് വാടകയ്ക്ക് എടുത്ത് അന്ന് നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ കൂടി. അന്ന് ആ മീറ്റിങ്ങിൽ ചായയും കടിയും വിതരണം ചെയ്യേണ്ട സമയമായപ്പോൾ എന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് ആ ചായയും ആ ബിസ്ക്കറ്റും വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് തെരുവിൽ ഭിക്ഷയയച്ച് നടക്കുന്ന ആൽക്കഹോളിക്സ് കയറി വന്നു. ഞാൻ ആ രംഗം മറക്കില്ല. ആ കയറി വന്ന കുടിയന്മാരെയും ലഹരി അടിമകളുമായിട്ടുള്ള ഭ്രാന്തന്മാർക്ക് സമമായിട്ടുള്ള ഭിക്ഷക്കാർക്ക് സമമായിട്ടുള്ള ആ ലഹരി അടിമകളെ ആട്ടിപ്പായിക്കാതെ, ഇച്ചു പോന്ന് പറയാതെ, മാറ്റിയിരുത്താതെ, മൂക്ക് പൊത്താതെ അന്തസ്സായിട്ട് അവർക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് അവരെ സൽക്കരിച്ചിരുത്തി പറഞ്ഞയച്ച ഒരു രംഗം ഞാൻ മറക്കില്ല. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പാരമ്പര്യങ്ങളിൽ തെരുവ് തണ്ടിയെ പുറത്താക്കാത്ത, തെരുവ് വേശിയെ പുറത്താക്കാത്ത, ഒരു നമ്മളുമായിട്ട് യാതൊരു തരത്തിലും സാമ്യമില്ലാത്ത മറ്റൊരു മനുഷ്യനെ പുറത്താക്കിക്കൂടാ എന്നുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യത്തിന്റെ ബലത്തിലാണ്. അപ്പോ ഇത് പുറം കാഴ്ചകളിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യം. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് കുറച്ച് സമയമെടുക്കും. ആൽക്കഹോളിക്സ് ചാരായം തലയിൽ നിന്ന് പോകുന്നതോടൊപ്പം തന്നെ വളരെ പതുക്കെ ആരോടെങ്കിലുമോ എന്തിനോടെങ്കിലുമോ ഏറ്റുമുട്ടുന്ന സ്വഭാവം മനസ്സിനുള്ളിൽ അസ്തമിച്ചു തുടങ്ങുമ്പോൾ, മദ്യത്തിനോട് പോലും ഉള്ള ഏറ്റുമുട്ടലിന് ഉള്ള ആവേശം മനസ്സിൽ നശിച്ചു തുടങ്ങുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അഗാധമായിട്ടുള്ള കരുണ, അഗാധമായിട്ടുള്ള ത്യാഗം, ഇതൊക്കെ പതുക്കെ മനസ്സിൽ തെളിഞ്ഞു വരികയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യരെ വിധിക്കുന്നത് കുറയുമെന്നുള്ളതാണ്. അപ്പോ അതിലൂടെയൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പബ്ലിക് ഇൻഫർമേഷൻ പോളിസി, അട്രാക്ഷൻ റാദർ ദാൻ പ്രൊമോഷൻ എന്നുള്ള ആ 2 വാക്കിന്റെ ഒരു മാസ്മരിക ഭംഗി അതിലേക്ക് വരും. ഒരുപാട് സംസാരിക്കില്ല, ഒരുപാട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മള് പ്രസ്ഥാനം അതിന്റെ ഓരോ ചുവടുവെപ്പിലും കൂടെ അത് അർഹിക്കുന്നവനെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു വളർച്ചയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഗ്രൂപ്പിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്കിന്ന് ഈ ഈ ലഘുലേഖയിലൂടെ കടന്നു പോകാനും എന്നോട് തന്നെയും എൻ്റെ സഹോദരങ്ങളോടും മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒരു അവസരം തന്നതിന് ഈ ഗ്രൂപ്പിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഷിബുവേ.